Good evening all. Welcome to Learn Voice. എല്ലാവരും നമ്മളുടെ ഒരു ഫസ്റ്റ് ഇയർ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു അല്ലെ. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ ജേണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് നമ്മളുടെ ഇന്നത്തേത്. സെഷൻ ബ്രേക്ക് ഡൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സിലബസ് ബ്രേക്ക് ഡൗൺ. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ സെക്കൻഡ് ഇയറിലെ കോഴ്സസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മളുടെ ഒരു സിലബസ് ഡീകോഡിംഗ് എന്നുള്ള സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. നമ്മുടെ സെഷനിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രാഗി മാഡം ഉണ്ട്. അതോടൊപ്പം തന്നെ അനുഷയ മാഡവും നമ്മൾ ഈ സെഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മൾ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വൺസ് അഗൈൻ വെൽക്കം ഓൾ. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. യെസ്, നമ്മൾ ഇന്നത്തെ ഒരു സെഷന്റെ അകത്ത് നമ്മൾ സെക്കൻഡ് ഇയർ BA സോഷ്യോളജിയിലെ സബ്ജക്റ്റുകളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്നത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ സോഷ്യോളജിക്കകത്ത് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സോഷ്യോളജി കോഴ്സസുകളാണ് ഉള്ളത്. ഒന്ന് BASOH 3 ഇയർ ഡിഗ്രിയും രണ്ടാമത്തേത് BAFSO 4 ഇയേഴ്സ് ഡിഗ്രിയുടെ ലേണേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ ഈ രണ്ട് സബ്ജക്റ്റുകളുടെയും സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന്, അതായത് രണ്ട് രീതിയിൽ നമ്മളുടെ BASOHന്റെയും BAFSOയിലും പഠിക്കുന്ന ലേണേഴ്സിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെഷന്റെ അകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ ഓവറോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സിലബസ് ഡീകോഡിങ്ങും, സെക്കൻഡ് വൺ ഈസ് ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാദമിക് കണ്ടന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നതും കൂടെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ സിലബസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഈസ് നമ്മളുടെ സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് 10 സബ്ജക്റ്റുകളാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത്. 6 കോർ പേപ്പറും 4 എലക്റ്റീവ് സബ്ജക്റ്റുകളും അടങ്ങുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ഇയറിൽ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ എലക്റ്റീവ് കോഴ്സസ് 4 എണ്ണമാണ്. ഇതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കോർ പേപ്പേഴ്സ്, നമുക്ക് പഠിക്കാനുള്ള 6 കോർ പേപ്പറുകൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളുടെ കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത് BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജി, BSOC 106 സോഷ്യോളജി ഓഫ് റിലീജിയൻ, BSOC 107 സോഷ്യോളജി ഓഫ് ജെൻഡർ, BSOC 108 എക്കണോമിക് സോഷ്യോളജി, BSOC 109 സോഷ്യോളജി ഓഫ് കിൻഷിപ്പ്, BSOC 110 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കോർ പേപ്പർ ആയിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിന്റെ മെയിൻ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവുക. മറ്റ് നമ്മളുടെ എലക്റ്റീവ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ്, BPAG 173 ഗവേണൻസ്, BPCG 173 സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, BEGG 173 അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ, BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, BPCS 184 സ്കൂൾ സൈക്കോളജി, BPCS 186 മാനേജിംഗ് സ്ട്രെസ്, BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ. ഇതിനകത്ത് കോർ പേപ്പേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം പേപ്പറുകളെ പേര് പറഞ്ഞു. ഇതിനകത്ത് 4 എലക്റ്റീവ് പേപ്പേഴ്സ് മാത്രം, നമ്മൾ കോർ പേപ്പേഴ്സ് കൂടാതെ 4 എലക്റ്റീവ് പേപ്പേഴ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളുടെ എലക്റ്റീവ് പേപ്പേഴ്സ് ഓരോരുത്തരും സെലക്ട് ചെയ്തിരിക്കുന്ന എലക്റ്റീവ് പേപ്പേഴ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് മറ്റൊരു ടേബിൾ കൂടെ കാണാൻ പറ്റും, അവൈലബിലിറ്റി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും ഭാവിച്ചിട്ടുള്ള ഇത്രയും എലക്റ്റീവ് കോഴ്സസുകളുടെയും ഫുള്ളി അവൈലബിലിറ്റി, അതായത് നമ്മളുടെ വീഡിയോ ലെക്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലേൺ വൈസ് ത്രൂ നിങ്ങൾക്ക് ഇത്രയും സബ്ജക്റ്റുകളുടെ കോച്ചിങ് ഉണ്ടായിരിക്കും. വീഡിയോ ലെക്ചേഴ്സ് ഉൾപ്പെടെയുള്ള ഗൈഡൻഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരുടെയും എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എലക്റ്റീവ് കോഴ്സസ് തന്നെയായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന് പുറമെ എടുത്തിട്ടുള്ള കോഴ്സസുകളുടെ നമ്മുടെ മെറ്റീരിയൽസ് അവൈലബിലിറ്റി എന്ന രീതിയിലായിരിക്കും നമ്മളുടെ കോഴ്സസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ സെക്കൻഡ് ഇയറിലേക്ക് BAFSOയില് 4 ഇയർ ഡിഗ്രിക്കാരുടെ സെക്കൻഡ് ഇയർ കോഴ്സസിലേക്ക് കിടക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 3 ഇയർ കോഴ്സിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. സബ്ജക്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. BFSO സെക്കൻഡ് ഇയർ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 കോർ പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കമ്പൽസറി ആണ്.
ദെൻ നമ്മൾക്ക് വരുന്ന എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദെൻ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത് BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എന്നുള്ളതും. ദെൻ നിങ്ങൾക്ക് രണ്ട് മൈനർ പേപ്പേഴ്സ് പഠിക്കാനുണ്ടായിരിക്കും. മൈനർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്കോളജിയുടെ സബ്ജക്റ്റുകളായത്. ഓക്കെ, നിങ്ങൾക്ക് ഈ മൈനർ പേപ്പറിനകത്ത് നിരവധി ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് സൈക്കോളജിയുടെ രണ്ട് പേപ്പേഴ്സുകളായിരിക്കും നിങ്ങൾക്ക് മൈനർ കോഴ്സസ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ കോർ പേപ്പേഴ്സുകൾ ഏതൊക്കെയാണ്, കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. അതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ യൂണിറ്റുകളാണ്, ഏതൊക്കെ ബ്ലോക്കുകളാണ് ഓരോ സബ്ജക്റ്റിനകത്ത് നമുക്ക് പഠിക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് BSOC 105 പൊളിറ്റിക്കൽ സോഷ്യോളജിക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി. സോ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനുണ്ടാവുക. ഇതിനകത്ത് പ്രധാനമായിട്ട് രണ്ട് യൂണിറ്റുകളാണ് ഉണ്ടാവുക. യൂണിറ്റ് 1 പൊളിറ്റി ആൻഡ് സൊസൈറ്റി, ദെൻ യൂണിറ്റ് 2 പൊളിറ്റിക്കൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ്, ദെൻ ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റ്സ്. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന യൂണിറ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നൊരു സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് അതിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 2 ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത്. ഇതിനകത്ത് യൂണിറ്റ് 3 സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ്, യൂണിറ്റ് 4 പവർ ആൻഡ് അതോറിറ്റി, യൂണിറ്റ് 5 ഗവൺമെന്റ് ഗവേണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി, യൂണിറ്റ് 6 എലൈറ്റ് റൂളിംഗ് ക്ലാസസ് ആൻഡ് മാസസ്. ദെൻ ബ്ലോക്ക് 3 പൊളിറ്റിക്കൽ സിസ്റ്റം, അതായത് നമ്മൾ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നതാണ് ബ്ലോക്ക് 3. ഇതിനകത്ത് യൂണിറ്റ് 7 സെഗ്മെന്ററി, യൂണിറ്റ് 8 ടോട്ടലിറ്റേറിയനിസം, യൂണിറ്റ് 9 ഡെമോക്രാറ്റിക്. ദെൻ ബ്ലോക്ക് 4 എവറിഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ. ഇതിനകത്ത് വരുന്നത് കുറച്ചുകൂടി കണ്ടംപററി ലെവലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ നമ്മുടെ ഡെയിലി ബേസിസിൽ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു വരുന്നത് മുതലായ കാര്യങ്ങളെയാണ് നമുക്ക് ബ്ലോക്ക് 4 പഠിക്കാനുണ്ടാവുക. അതിനകത്ത് യൂണിറ്റ് 10 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ, ദെൻ യൂണിറ്റ് 11 ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, യൂണിറ്റ് 12 സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മറ്റൊരു സബ്ജക്റ്റ് ആണ് BSOC 106 സോഷ്യോളജി ഓഫ് റിലീജിയൻ. സബ്ജക്ട് പോലെ തന്നെ നമ്മളുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതായത് റിലീജിയന്റെ ഒരു സോഷ്യോളജി അല്ലെങ്കിൽ റിലീജിയൻ എങ്ങനെയാണ് സൊസൈറ്റിയുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്ന മുതലായ കാര്യങ്ങളെയാണ് നമുക്ക് BSOC 106 സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്ന സബ്ജക്റ്റിനകത്ത് പഠിക്കാനുണ്ടാവുക. ഇതിനകത്തെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലീജിയൻ. സോ റിലീജിയൻ എന്താണ്, റിലീജിയന്റെ ഒരു സോഷ്യോളജിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക്. അപ്പൊ ഇതിനകത്ത് വരുന്ന പ്രധാനമായിട്ട് 4 യൂണിറ്റുകളാണ്. യൂണിറ്റ് 1 ഫോർമുലേറ്റിംഗ് റിലീജിയസ് എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയൻ, യൂണിറ്റ് 2 asceticism and accumulation, religion, economy and power, then unit 3 rationality, religion and politics and state, then unit 4 theodicy and eschatology, magic, science and religion. Okay, then block 2 elements of religion. ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് 5 sacred, myth and ritual, social significance of religion. ഈ ഒരു യൂണിറ്റിനകത്ത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ എലമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്സ് മുതലായ കാര്യങ്ങളെയാണ് നമ്മൾ ഇതിനകത്ത് യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുക. Then unit 6 body, life cycle, rituals, unit 7 prayer, pilgrimage and festivals, unit 8 religion, sex and cults, unit 9 crafts, religion specialist. Then നമ്മളുടെ ബ്ലോക്ക് 3 റിലീജിയസ് മൂവ്മെന്റ്, പ്രധാനപ്പെട്ട റിലീജിയസ് മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 10 റിലീജിയൻ ആൻഡ് സോളിറ്റ്യൂഡ്, ഭക്തി ആൻഡ് സൂഫിസം, യൂണിറ്റ് 11 റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, യൂണിറ്റ് 12 ന്യൂ ഏജ് മൂവ്മെന്റ്സ്. ദെൻ നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആണ് BSOC 107 സോഷ്യോളജി ഓഫ് ജെൻഡർ. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണ് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളാണ്. ജെൻഡർ എങ്ങനെയാണ് സോഷ്യോളജിക്കൽ ഒരു അപ്രോച്ചിനകത്ത് അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ജെൻഡറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് 1 ജെൻഡർ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി, യൂണിറ്റ് 2 പ്രൊഡക്ഷൻ ഓഫ് മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി, യൂണിറ്റ് 3 embodiment and gender, unit 4 intersectionality, race, ethnicity and caste, unit 5 family, sexual division of labor and property, unit 6 gender and work.
Then Unit 7, Gender and Development. Unit 8, Gender, Power, Subordination and Resistance. Unit 9, Sexual Violence. Unit 10, Women's Movements in Colonial India, Roots and Roots. In Unit 11, Contemporary Women's Movements in India, 1950s to 2000. Okay. Then Unit 12, Queer Movements. Then നമ്മളുടെ അടുത്ത സബ്ജക്റ്റ് ആണ് BSOC 108 എക്കണോമിക് സോഷ്യോളജി. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് സൊസൈറ്റിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് BSOC 108 എന്നുള്ള സബ്ജക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി. ഇതിനകത്ത് ബ്ലോക്ക് 1 പ്രധാനമായിട്ട് 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. യൂണിറ്റ് 1 സൊസൈറ്റി, കൾച്ചർ ആൻഡ് എക്കണോമി. Unit 2, Formalism and Substantivism. Then Unit 3, New Economic Sociology. Then Block 2, Forms of Exchange. Then Unit 4, Reciprocity and Gift. Unit 5, Exchange and Money. Okay. Then Block 3 ലേക്ക് കിടക്കുന്ന സമയത്ത് Systems of Production, Circulation and Consumptions. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന യൂണിറ്റുകൾ Unit 6, Hunting and Gathering. Unit 7, Pastoralists and Horticulturist. Unit 8, Domestic Mode of Production. Unit 9, Peasant Economy. Unit 10, Capitalism. Unit 11, Socialism. ഈ ഭാഗത്ത് വരുന്നത് യൂണിറ്റ് ബ്ലോക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷനുമായിട്ടും അതിന്റെ പ്രൊഡക്ഷന്റെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഉപഭോഗവുമായിട്ടൊക്കെ, അതായത് പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ എക്കണോമിക് എക്സ്ചേഞ്ചുകളുടെ ഒരു പല രീതികളാണ്, പല കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ അതിന്റെ രീതിയെ മനസ്സിലാക്കുന്നത്. പ്രൊഡക്ഷന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുക. ദെൻ ബ്ലോക്ക് 4, സം കണ്ടംപററി ഇഷ്യൂസ് ഇൻ എക്കണോമിക് സോഷ്യോളജി. ഇതിനകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 2 യൂണിറ്റുകളാണ്. യൂണിറ്റ് 12, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് യൂണിറ്റ് 13, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടംപററി വേൾഡിൽ ഉണ്ടാകുന്ന എക്കണോമിക് ചാലഞ്ചസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്കണോമിക്കലി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പ്രോഗ്രസീവ് ആയിട്ട് വരുന്ന മാറ്റങ്ങളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചസ് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്, എക്കണോമിക് ചാലഞ്ചസുകൾ എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ, എസ്പെഷ്യലി കണ്ടംപററി വേൾഡിൽ ഉണ്ടാവുന്ന ചാലഞ്ചസുകളും അതിന്റെ ചേഞ്ചസും അതിന്റെ ചാലഞ്ചസുകളുമാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുക. ദെൻ നമ്മളുടെ കോർ പേപ്പറുടെ മറ്റൊന്നാണ് BSOC 109 സോഷ്യോളജി ഓഫ് കിൻഷിപ്പ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കിൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബന്ധുത്വം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് ആണ് സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്നുള്ളത്. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് 1 ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ആണ്. കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ആണ്, അതായത് ടേംസിനെ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. യൂണിറ്റ് 1, അണ്ടർസ്റ്റാൻഡിങ് കിൻഷിപ്പ് സ്റ്റഡീസ്. യൂണിറ്റ് 2, ബേസിക് കോൺസെപ്റ്റ്. അതായത് ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് കിൻഷിപ്പ് എന്താണ്, കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഏതൊക്കെയാണ്, കിൻഷിപ്പിൽ വരുന്ന പുതിയ ടേംസുകൾ ഏതൊക്കെയാണ്, ടെർമിനോളജീസ് പരിചയപ്പെടുന്നതാണ് ബ്ലോക്ക് 1. ദെൻ ബ്ലോക്ക് 2, അപ്രോച്ചസ്. ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് 3, ഡീസന്റ് അപ്രോച്ച്. യൂണിറ്റ് 4, അലയൻസ് അപ്രോച്ച്. യൂണിറ്റ് 5, കൾച്ചറൽ അപ്രോച്ച്. ദെൻ ബ്ലോക്ക് 3, ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ്. ഇതിനകത്ത് ബ്ലോക്ക് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫാമിലി, ഹൗസ് ഹോൾഡ് ആൻഡ് മാരേജ്, 3 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് കിൻഷിപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കിൻഷിപ്പുമായിട്ട് ഇതെങ്ങനെ ഇന്റർ കണക്ട് ആയിരിക്കുന്നു മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുക. ഇതിനകത്ത് പ്രധാനമായിട്ടും 3 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. യൂണിറ്റ് 6, ക്രോസ് കൾച്ചറൽ വേരിയേഷൻസ് ഇൻ ഇന്ത്യ. യൂണിറ്റ് 7, കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ. യൂണിറ്റ് 8, റീഇമേജിംഗ് ഫാമിലീസ്. ഓക്കെ. ദെൻ ബ്ലോക്ക് 4, റീകാസ്റ്റിംഗ് കിൻഷിപ്പ്. ഓക്കെ. ഇതിനകത്ത് പറയുന്നത് കിൻഷിപ്പിൽ പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കിൻഷിപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള വരുന്ന മാറ്റങ്ങളെല്ലായിരിക്കും നമ്മൾ ഈ ബ്ലോക്ക് 4 നമ്മൾ പരിചയപ്പെടുക. അപ്പൊ യൂണിറ്റ് 9, റിലേറ്റ്നെസ് ആൻഡ് ഫിക്റ്റീവ് കിൻഷിപ്പ്. യൂണിറ്റ് 10, കിൻഷിപ്പ് ആൻഡ് ജെൻഡർ. യൂണിറ്റ് 11, ന്യൂ റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. യൂണിറ്റ് 12, പോപ്പുലർ കൾച്ചർ ആൻഡ് റീഇമേജിനിങ് കിൻഷിപ്പ്. ഓക്കെ. ദെൻ നമ്മളുടെ ലാസ്റ്റ് കോർ പേപ്പറിലൊക്കെ നമ്മുടെ പഠിക്കാനുള്ള ലാസ്റ്റ് കോർ പേപ്പർ എന്ന് പറയുന്നത് BSOC 110 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സ്ട്രാറ്റസ് എന്താണ്, സിസ്റ്റം എന്താണ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുക.
സോ ബ്ലോക്ക് 1 ഇൻട്രൊഡ്യൂസിംഗ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിനകത്ത് യൂണിറ്റ് 1 ബേസിക് കോൺസെപ്റ്റ്, യൂണിറ്റ് 2 ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് തിയറീസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിനകത്ത് നമ്മൾ തിയറീസ് ആണ് നമ്മളുടെ പ്രധാനമായിട്ട് ക്ലാസിക്കൽ തിങ്കേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു തിയറീസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ബ്ലോക്കിനകത്ത് പരിചയപ്പെടുക. ഇതിൽ യൂണിറ്റ് 3 മാർക്സിയൻ തിയറി, യൂണിറ്റ് 4 വെബേറിയൻ തിയറി, യൂണിറ്റ് 5 ഫങ്ഷണലിസ്റ്റ് തിയറി, യൂണിറ്റ് 6 ഇന്ററാക്ഷണൽ ആൻഡ് ആട്രിബ്യൂഷണൽ തിയറീസ്. ദെൻ നമ്മുടെ ബ്ലോക്ക് 3 ഐഡന്റിറ്റീസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക പ്രധാനമായിട്ടും 3 യൂണിറ്റുകളാണ്. യൂണിറ്റ് 7 കാസ്റ്റ് ആൻഡ് ക്ലാസ്, യൂണിറ്റ് 8 റേസ് ആൻഡ് എത്നിസിറ്റി, യൂണിറ്റ് 9 ജെൻഡറിംഗ് ഇൻഇക്വാളിറ്റീസ് എന്നുള്ളതാണ്. അതായത് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് ഇൻഇക്വാളിറ്റിയിലേക്ക് നയിക്കുന്നത്, ഇൻഇക്വാളിറ്റിയിലേക്ക് നയിക്കുന്നത്, സ്ട്രാറ്റിഫിക്കേഷന്റെ മറ്റൊരു നെഗറ്റീവ് വശങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഐഡന്റിറ്റീസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ് എന്നൊരു ബ്ലോക്ക് കൊണ്ട് അർത്ഥമാക്കുക. ദെൻ നമ്മുടെ ബ്ലോക്ക് 4 മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക യൂണിറ്റ് 10 കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി, then unit 11 factors and forces of mobility, and unit 12 cultural and social reproduction. Okay, ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുക പ്രധാനമായിട്ടും മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിന്റെ ഡൈനാമിക് ആയിട്ട് വരുന്ന കാര്യങ്ങളും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിന്റെ ഉണ്ടാവുന്ന ന്യൂട്രൻസ് അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾക്ക് കാരണമായേക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനമായിട്ട് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് മാറ്റത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ നമ്മളുടെ ഇത്രയുമാണ് നമ്മളുടെ കോർ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവുക. 6 കോർ പേപ്പറും 4 എലക്ടീവ് പേപ്പറും അടങ്ങുന്ന 10 സബ്ജക്റ്റുകളാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഉണ്ടായിരിക്കുക. സോ നമ്മളുടെ കോർ പേപ്പേഴ്സിന്റെ നമ്മളുടെ കോർ പേപ്പേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഓരോ ബ്ലോക്കുകളും ഏതാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇനി നമ്മളുടെ കോഴ്സ് കംപ്ലീഷൻ എന്നൊരു ഭാഗം കൂടെ നമുക്കുണ്ട് അല്ലെ. നമ്മൾ സബ്ജക്റ്റുകൾ പഠിച്ചു, എങ്ങനെയാണ് ഇനി കോഴ്സ് കംപ്ലീഷന്റെ മറ്റ് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് രാഗി മാമിനെ നമുക്ക് വെൽക്കം ചെയ്യാം. രാഗി മാം, ഓവർ ടു യു. താങ്ക് യു. ഓക്കെ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പേ സരിത മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അറിഞ്ഞു. ഇനി നമുക്ക് അറിയാനായിട്ടുള്ളത് കോഴ്സ് കംപ്ലീഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, കാണാലോ അല്ലെ? സ്ക്രീൻ കാണാനല്ലേ? കാണാം. ഓക്കെ, ഇപ്പോ തുടക്കത്തിലേ പറയാനായിട്ടുള്ളത് അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എന്താണ് ഓരോ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒന്നാണ് അസൈൻമെന്റ്. എത്ര സബ്ജക്റ്റ് ആണോ നിങ്ങൾ എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്റ്റ് ആണോ ഉള്ളത്, അതിന്റെയൊക്കെ എന്ത് ചെയ്യണം, അസൈൻമെന്റ്സ് യഥാസമയം നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ജാനുവരി, അതായത് നിങ്ങൾക്ക് എന്താണ് ജാനുവരി ബാച്ചസിന് നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ടൈമോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ വരും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്യണം. അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്, അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ന് സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ട്. ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാരണം നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് യഥാസമയം നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അസൈൻമെന്റ്സിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരിക്കാം, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരിക്കാം. അസൈൻമെന്റ്സ് ഓരോ ലേണേഴ്സും അവരുടെ സ്വന്തം കൈപ്പടയിൽ അല്ലെങ്കിൽ ഹാൻഡ് റിട്ടണിലാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇഗ്നോ സ്റ്റഡി സെന്ററിലാണ്. അതുപോലെ തന്നെ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കരുതുക. ഭാവിയിൽ എന്തെങ്കിലും ഫർദർ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റെഫറൻസിനോ നിങ്ങൾക്ക്
വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വൺസ് അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അഥവാ ഇനി അവർ ഇങ്ങോട്ടേക്ക് തരാനായിട്ട് മറന്നു പോവുകയോ അല്ലെങ്കിൽ അത് മിസ് ചെയ്ത് പോവുകയോ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ ഭാഗത്ത് നിന്ന് അക്നോളജ്മെന്റ് റെസിപ്റ്റ് തരും. അല്ലെങ്കിൽ അവർ പറയും ഇന്നതാണ് സിസ്റ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോവാനായിട്ട് പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എന്താണ് അസൈൻമെന്റ്സ് അവർ കറക്റ്റ് ചെയ്യും. വൺസ് നിങ്ങളുടെ അസൈൻമെന്റ്സ് അവർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അസൈൻമെന്റ്സിനെ പറയുന്നതാണ് എന്ത്, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ്സിൽ നിങ്ങൾക്ക് എന്താണ് 35% ആണ് നിങ്ങൾക്ക് എന്ത് പറയുന്നത് മാർക്ക് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ മിനിമം ഓരോ അസൈൻമെന്റിലും നിങ്ങൾ പേയ്മെന്റ് എക്സാമിനേഷനിൽ നിങ്ങൾ ഇൻഡിവിജ്വലി പാസ്സാവുന്ന പോലെ തന്നെ അസൈൻമെന്റ്സിൽ നിങ്ങൾക്ക് എന്ത് വേണം, മിനിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അത് അവിടെ നിങ്ങൾക്ക് എന്താണ് 35% ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ട മാർക്ക്. ഇനി നമുക്ക് ടേമിന്റെ എക്സാമിനേഷനിലോട്ട് പോകുമ്പോൾ ടേമിന്റെ എക്സാമിനേഷനിൽ എന്താണ് ഒരു 6 മാസം കൂടുമ്പോൾ നമുക്ക് എന്താണ് എക്സാം ഉണ്ട്. നമ്മൾ ഇയർലി പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ആയതിനാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഓരോ വർഷം ആവുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ വിഷയത്തിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് നിങ്ങൾ എൻഷുർ ചെയ്യണം. നിങ്ങൾ പാസ് ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം. എത്ര സബ്ജക്ട്സ് ഉണ്ടോ അത്രയും സബ്ജക്ട്സിന്റെ എക്സാമും കാര്യങ്ങളും അതാത് സെമസ്റ്റർ അല്ല അതാത് ഇയറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് എന്താണ് മുമ്പായിട്ട് ഇതിന്റെ എക്സാം ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇഗ്നോ വെബ്സൈറ്റിൽ അവൈലബിൾ ആവാറുണ്ട്. അപ്പോൾ അത് ഏകദേശം 2 മാസം മുമ്പൊക്കെ എന്താണ് ഇഗ്നോ വെബ്സൈറ്റിൽ ലിങ്ക് ഓപ്പൺ ആവും. വൺസ് ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നായാലും അതിനെ കുറിച്ചിട്ട് നമ്മുടെ ലേണേഴ്സിനെ ഇൻഫോം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ എക്സാമിനേഷൻ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫില്ലിൻ ചെയ്യാനും, അതായത് എക്സാമിന്റെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞ് വിത്തിൻ 2 ഡേയ്സിന്റെ ഒക്കെ ഉള്ളിലൊക്കെ എല്ലാ എക്സാം സെന്റേഴ്സും ഫില്ലായി പോകാറുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു ഡിലേയും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം രജിസ്ട്രേഷൻസ് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സാം രജിസ്ട്രേഷന്റെ ഫീ വരുന്നത് കറന്റ്ലി ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് പ്രകാരം 200 റുപ്പീസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര എക്സാം ആണോ ഓരോ ഇയറിലുള്ളത് അത്രയും എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പെർ സബ്ജക്ട് 200 റുപ്പീസ് ആണ്. അതായത് ലിങ്ക് ഓപ്പൺ ആയി എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിനുള്ള രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് എന്താണ്, അസൈൻമെന്റ്സിൽ നിങ്ങൾക്ക് 35% മാർക്ക് വേണം. നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് 35% മാർക്ക് വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിയും ഓരോ സെക്ഷനിൽ നിങ്ങൾ പാസ്സാവണം. ഓവറോൾ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് പാസ്സാവണം. അപ്പൊ നിങ്ങൾക്ക് അസൈൻമെന്റിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ 30%ലോട്ടും കൺവേർട്ട് ചെയ്യും. റിട്ടേൺ എക്സാമിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ അവിടെ എന്ത് ചെയ്യും, 70%ലോട്ടും കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓവറോൾ സ്കോർ എന്ത് ചെയ്യുക, ഇഗ്നോയുടെ ഗ്രേഡ് കാർഡിൽ റിലീസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ തരുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ സ്നേക് പീക്ക് സെക്കൻഡ് ഇയറിന്റെ സ്നേക് പീക്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ടെക്നോളജിക്കലി നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് എന്താണ്, സപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ്, നമ്മൾ എന്താണ് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, എന്നിരുന്നാലും എന്ത് ചെയ്യുക, അത് ഒന്നുകൂടി നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുന്നത്, നിങ്ങൾ ആ പരമാവധി എല്ലാ റിസോഴ്സസുകളും ലേൺ വൈസ് തരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ആപ്പിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാം ഓരോ യൂണിറ്റ്സിലും ഓൾറെഡി എന്താണ് നമ്മൾ 2 hours ഒക്കെ ഡ്യൂറേഷൻ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്ലസ് നമ്മൾ എന്താണ് ഓരോ ബ്ലോക്കുകൾ കഴിയുമ്പോഴും എക്സ്ട്രാ നമ്മൾ എന്താണ് മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന്റെ ഭാഗത്ത് നിന്ന് ഓരോ സബ്ജക്ട്സും റിവൈസ് ചെയ്ത് തരാനായിട്ട് വീഡിയോ ലെക്ചേഴ്സ് ലൈവ് റിവിഷൻ സെഷൻസുകൾ വെക്കാറുണ്ട്. ആ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലൈവ് കഴിഞ്ഞത് ചിലവർക്കൊന്നും കറക്റ്റ് ആയിട്ടുള്ള ലൈവ് സമയങ്ങളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, ജോലി തിരക്കുകളോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല
തിരക്കുകളിൽ പെട്ടുകൊണ്ട് അവർക്ക് എന്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ആയതിനാൽ തന്നെ ഈ ലൈവ് കഴിഞ്ഞു പോയതിന്റെ റെക്കോർഡിങ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആപ്പിൽ അവൈലബിൾ ആക്കാറുണ്ട്. പ്ലസ് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. നിങ്ങൾക്ക് എൻറ്റയർ ചാപ്റ്റർ ക്രിസ്പ് ആക്കിയിട്ട്, അതായത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ടൊരു സബ്ജക്റ്റിലൂടെ പോകണം, അല്ലെങ്കിൽ അതിന് ആ ഒരു യൂണിറ്റിനെ കുറിച്ച് ഒരു ക്രിസ്പ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ എക്സാമിന് മുമ്പൊക്കെ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ ചാപ്റ്റേഴ്സിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ്. എക്സാം പീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ, പ്രീവിയസ് ടേമിന്റെ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് എക്സാം പീഡിയയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്കും അവൈലബിൾ ആണ്. ഓവറോൾ ഒരു സബ്ജക്റ്റിലെ എക്സാം പീഡിയ എന്ന് പറയുന്നത് യൂണിറ്റ് വൈസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ, അപ്പൊ ഈ സമയക്കുറവൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ആ സബ്ജക്ട് ഒന്ന് എക്സാമിന് 2-3 ദിവസം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണമെങ്കിൽ ഈ എക്സാം പീഡിയ, എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് ഒക്കെ വളരെ ഇഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം അസൈൻമെന്റ് നിങ്ങൾക്ക് ഓരോ വർഷവും നിങ്ങളുടെ സബ്ജക്റ്റിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് വൺസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അതിന്റെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്തുനിന്ന് വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ വിത്തിൻ 2 വീക്സ് അത്രയൊക്കെ നമുക്ക് വരാറുള്ളൂ. അതിനുള്ളിൽ നമ്മൾ എന്താണ് അതാത് സബ്ജക്ട്സിന്റെ ഗൈഡ് ബുക്ക് ആപ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവൈലബിൾ ആക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇപ്പൊ കൂടുതൽ എന്താണ് കഴിഞ്ഞ 2-3 സൈക്കിളായിട്ട് നമ്മൾ കുറച്ചും കൂടെ എന്താണ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലേൺ ബേസിന്റെ ഭാഗത്തുനിന്ന് ആപ്പിൽ ഒരുപാട് വേറെ സപ്പോർട്ടുകളും ടൂൾസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. നിങ്ങൾ ഒരു തവണ നിങ്ങൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത് നമ്മൾ ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് പ്രകാരം കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻസ് വരുന്ന കൊടുത്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വൈസ് വരുന്നത്, പെർസെന്റേജ് ഓഫ് മാർക്ക് ഏത് ബ്ലോക്കിനാണ് കൂടുതൽ വരുന്നത്, അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ പല കുട്ടികൾക്കും എക്സാമിന് ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ ദിവസവും ചിലപ്പോൾ പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് എക്സാമിന്റെ 1 വീക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഗ്നോന്റെ മോഡൽ എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എക്സാം എടുക്കുമ്പോൾ ഓരോ ഇയറിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ് എന്ന് നോക്കിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു മോഡൽ എക്സാം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മോഡൽ എക്സാം നമുക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ മോഡൽ എക്സാമിന് കൊടുക്കുന്നത്. അപ്പൊ അവര് റിയൽ ആയിട്ടുള്ള ഒരു എക്സാം, ശരിക്കൊരു ഇഗ്നോ എക്സാം എങ്ങനെയാണോ കണ്ടക്ട് ചെയ്തത് അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്താണ് വിർച്വലി അല്ലെങ്കിൽ ഓൺലൈൻ മോഡിൽ നമ്മൾ മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വഴി കുട്ടികൾക്ക് എന്താണ് അവർ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവർ ഇപ്പോഴേ ഫേസ് ചെയ്യാണ്. അപ്പൊ സോ ആ റിയാലിറ്റി ഒരു തവണ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം അതിനെ ഫേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എക്സാം അവർക്ക് ചെയ്യാനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, എങ്ങനെ സെൽഫായിട്ട് അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു തവണ അവരെ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ റിയൽ എക്സാം അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു ടേമിന്റെ എക്സാമിനേഷൻ വന്നിരിക്കുമ്പോൾ അത് അവർക്ക് ഒന്നുകൂടി കുറച്ചുകൂടി എന്താണ് എക്സാമിനെ കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കും. അതുപോലെ തന്നെ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ ലിങ്ക് ഓപ്പൺ ആവുമ്പോൾ, അതായത് എക്സാമിന്റെ ഇത് ലിങ്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മുടെ ലേൺ ബേസിന്റെ ഭാഗത്തുനിന്ന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. അതുവഴി സ്റ്റുഡൻസിന് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ആ ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഈ
പി നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ മോട്ടീവോട് കൂടിയിട്ടാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങളിപ്പോ നമ്മളൊരു കുട്ടിയുടെ ലേൺ വൈസിൽ നമ്മൾ ആ കുട്ടിയുടെ ഒരു 3 വർഷത്തെ 4 വർഷം മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരു ഓവറോൾ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നടത്തുക. അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കരിയർ വൈസ് അവനൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവൾക്ക് ഒരു ലേണർക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നും കൂടി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഒരു 2 സൈക്കിൾ മുമ്പേ നമ്മൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ്, ഓരോ ഡേയ്സും നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ തരും. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ടാസ്കുകൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നാളൊരു എക്സാമിനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനോ ഒക്കെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അത് നിങ്ങൾക്ക് പറയാം, നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഏതൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് എന്ത് ചെയ്യാറുള്ളത്, ആ ഒരു പ്രോസസ്സ് ചെയ്യാറുള്ളത്. അപ്പൊ ആയതിനാൽ തന്നെ അത് ധൈര്യപൂർവ്വം നേരിടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നേരിടാനുള്ള കോൺഫിഡൻസ് വേണം. അതിന് മറുപടി കൊടുക്കാനായിട്ടുള്ള നിങ്ങൾക്ക് അതിനുള്ളൊരു എന്ത് വേണം, ഒരു ധൈര്യം വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഡെയിലി നമ്മൾ ടാസ്കുകൾ തന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്, ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഒരു പ്രാവീണ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് കോ കരിക്കുലർ ഇവന്റ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓണം, വിഷു, ടീച്ചേഴ്സ് ഡേ, മെന്റൽ ഹെൽത്ത് ഡേ, വിമൻസ് ഡേ, ഈ വരുന്ന അതുപോലുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു സൈക്കിളിൽ നമ്മൾ ഗാന്ധി ജയന്തി, അതുപോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സിൽ നമ്മൾ എന്താണ് കോ കരിക്കുലർ ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അവിടെ സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വിർച്വലി അവർക്ക് എങ്ങനെയൊക്കെ, അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എന്താണ് ഒരു ഓഫ്ലൈൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ മിസ്സായി എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ ടാലന്റും കൂടി നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു അപ്രിസിയേഷൻ കിട്ടാനായിട്ട് ഒരു വേദി ഒരുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കോ കരിക്കുലർ ഇവന്റ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഒരു കഴിഞ്ഞ സൈക്കിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഇൻഡസ്ട്രി ഏരിയയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഭാവിയിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓണ്ടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ ഓണ്ടർപ്രണറിയൽ സ്കിൽസോ അല്ലെങ്കിൽ കരിയർ വൈസ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും, നിങ്ങൾക്ക് എന്താണ് പുതിയ പുതിയ ജോലി സാധ്യതകൾ എന്തൊക്കെയാണുള്ളത്, പുതിയ പുതിയ കോഴ്സുകൾ, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ സംരംഭങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ തുടങ്ങി ഒരു ഇന്നൊരു പർട്ടിക്കുലർ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാവുക, അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് അതിലറിയാനായിട്ട് നിങ്ങൾക്ക് എന്താണ് സാധിക്കും. ഇനി നമ്മൾ എന്താണ് റെഡി ടു ഇന്നവേറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഈ കഴിഞ്ഞൊരു സെഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ. അപ്പൊ ഇനിയുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. സോ നമ്മൾ ഇന്ന് നമ്മളുടെ ഒരു സിലബസ് ബ്രേക്ക് ഡൗൺ ഉള്ള സെഷനിൽ നിങ്ങൾക്ക് സബ്ജക്റ്റീവായിട്ടോ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സബ്ജക്റ്റീവായിട്ട് ഇപ്പൊ നമ്മൾ സിലബസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പിന്നെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ? എൻ്റെ പേര് വിക്ടർ എന്നാണ്. കേൾക്കാം. ആ അപ്പോ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഗൈഡ് പറഞ്ഞില്ലായിരുന്നു, നമ്മളിപ്പോ പെട്ടെന്ന് ഒരാൾക്ക് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി ഒന്ന് പഠിക്കാനുള്ള ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ഫിസിക്കലി തരാൻ സാധിക്കുമോ? ഇല്ല, ലേൺ വൈസ് ഓക്കെ, നമുക്ക് ലേൺ വൈസിലെ എല്ലാ ഇതും നമുക്ക് എന്താണ് ആപ്പിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അവൈലബിൾ ആക്കുക. വേറെ നമ്മൾ അതിന്റെ ഹാർഡ് കോപ്പി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്ത് നമ്മൾ തരുന്നില്ല. നമുക്ക് സെക്യൂരിറ്റി റീസൺസുകളുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് വേറെ നിങ്ങൾക്ക് ആപ്പിലൂടെ അല്ലാതെ വേറൊരു മാർഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല. ആപ്പിലൂടെ തന്നെ അത് അവൈലബിൾ ആവുള്ളൂ.
അതിൽ വരുന്ന ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ അറിയിച്ചതാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്റെ ഇത് കിട്ടിയായിരുന്നു. ആ, ഇത് ഡിസ്ക്രൈബ് മറ്റേ അതിന്റെ വിവരണങ്ങൾ കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് ഒരു ഗൈഡ് ആയിരുന്നാലും നമുക്ക് ഓരോ പേജസ് അതിന്റെ നമുക്ക് മലയാളം ആണെങ്കിൽ എങ്കിലും എന്നിരുന്നാലും നമുക്കത് സൂം ചെയ്ത് അത് സ്ക്രോൾ ചെയ്ത് അത് വായിച്ച്, കാര്യം ഒരു ഇംഗ്ലീഷ് അത്രയും ഫ്ലുവന്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് അത്ര ഫ്ലുവന്റ് അല്ല. ഇപ്പൊ ഇംഗ്ലീഷ് ഇത്രയും ഫ്ലുവന്റ് ആയിരിക്കില്ല. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്കൊരു ഹാർഡ് കോപ്പി ആണെങ്കിൽ നമുക്ക് വായിച്ച് അതിനെ രേഖപ്പെടുത്തി, പെൻസിൽ കൊണ്ട് രേഖപ്പെടുത്തി അതിന്റെ ചിലതിന്റെ മീൻസ് നമുക്ക് എഴുതി അതൊരു സപ്പോർട്ടാണ്. നിങ്ങളിത് ഓക്കെ ചെയ്യുന്നത് ബെറ്റർ തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം അത് വിജയകരമാകുന്നു എന്ന് നിങ്ങൾ ആ, ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നത് നെഗറ്റീവ്സ് ഒത്തിരി വരാം. കാര്യം എന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത്. ഉം. കാര്യം ഹാർഡ് കോപ്പി ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വീണ്ടും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ പട്ടാളത്തിലാണ്. ഇപ്പൊ നമുക്കിപ്പോ അരമണിക്കൂർ നോക്കി അത് നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പർ വെച്ച് ഞാൻ പഠിച്ച ഭാഗം ഇതാണ്, ബാക്കി നമുക്ക് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ആപ്പിൽ നിന്നാവുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അത് പഠിച്ചെടുക്കാൻ അങ്ങനെ ഒരു മടി വരും. പിന്നെ അത് ഹൈഡ് ചെയ്യും. ഇത് സർവ്വസാധാരണ ഫിസിക്കലി നടക്കുന്ന ഒരു ഇതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാകുന്ന ഒരു ഇതാണ്. അതിപ്പോ നിങ്ങൾ മറ്റു നോട്ട്സ് PDF തരുന്നില്ല, ഇതിപ്പോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് എങ്കിലും ഈ ഒരു ഗൈഡ് ഇതെങ്കിലും നിങ്ങൾക്ക് ഹാർഡ് കോപ്പി ആയിട്ട് അതിന്റെ ഫീ എത്രയെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർ അടയ്ക്കട്ടെ. നമുക്ക് അതെടുത്ത് അത് അത്യാവശ്യം ഒന്ന് ഓടിച്ച് വായിക്കാനും അതൊക്കെയാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇനിയും അത് ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ എനിക്കത് ഹാർഡ് കോപ്പി അതൊന്ന് കിട്ടിയാൽ ബെറ്റർ ആണ്. കാര്യം നമുക്കത് അല്ലാതെ ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് തന്നെ സരിതയായിട്ട് സംസാരിച്ചിട്ട് ഞാൻ അതിന്റെ ഗൂഗിളിൽ കയറി ഒരു ഇതിന്റെ PDF എടുത്തായിരുന്നു. അപ്പൊ നമുക്ക് ഒത്തിരി വരുന്നുണ്ട്. പ്രിന്റ് എടുത്ത് അതും ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ അറിയിക്കുക, നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ നമ്മളിത് അറിയിക്കുക. ഇപ്പൊ ഈ വീഡിയോസിലായാലും ഇപ്പോ വിക്ടർ പറഞ്ഞത് അവരുടെ മുമ്പിലോട്ട് എന്തായാലും എത്തുന്നതായിരിക്കും. ഇപ്പൊ കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മളിത് അറിയിക്കുന്നതായിരിക്കും. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് തരാനായിട്ടാവട്ടെ എന്നുള്ളത് നമ്മൾ അവരോട് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് യഥാസമയം വിക്ടറിനെ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. കറന്റ്ലി ആസ് ഓഫ് നൗ ഇപ്പൊ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറെ ആപ്പിലൂടെ തന്നെ ചെയ്യുള്ളൂ. ഭാവിയിൽ ചെയ്യാം. അപ്പോ നമ്മള് അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളിലോട്ട് എത്രയും പെട്ടെന്ന് ആ സൊല്യൂഷൻ എത്തിക്കുന്നതായിരിക്കും. അതായത് ഞാൻ ഒരു കാര്യം കൂടെ അതിന്റെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മൾ ഇത്രയും സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വോട്ടിങ് ചെയ്യുന്ന പോലെ ഇപ്പൊ എല്ലാവരും പറയട്ടെ ഇത് ഓക്കെ ആണ്, ഓക്കെ ഡൺ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നിങ്ങൾ ഒന്ന് എല്ലാവരോടും ഒന്ന് വിശകലനം ചെയ്യുക. എന്താണ് ഇതൊരു സക്സസ് ആണ്. കാര്യം നമുക്കിപ്പോ ഞാൻ പറയുന്നത് കൊണ്ട് ഈ കേൾക്കുന്ന ആൾക്ക് ഗുണം വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് വേണം. എന്തൊരു പ്രവൃത്തിയായിരുന്നാലും അപ്പൊ നിങ്ങൾ ഈ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണകരമാകുന്നുണ്ടോ, സ്റ്റുഡൻസിന് ഗുണകരമാകുന്നുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമായ ഒരു സർവേ എടുക്കുക. കാര്യം ഓക്കെ, എനിക്ക് തോന്നുന്നു തീർച്ചയായും കാര്യം ഈ തീർച്ചയായും നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത അതാണ്. ഇപ്പൊ സർവ്വസാധാരണ ഗോയിങ് പിള്ളേരാണെങ്കിൽ വിഷയമല്ല, അടുത്ത് കോപ്പി. നമ്മളിപ്പം പല പല സ്ഥലങ്ങളിൽ നിന്നും ഈവൻ വിദേശങ്ങളിൽ നിന്നും പഠിക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാണ്. കാര്യം അല്ല വേറൊരു ലാംഗ്വേജിന് ഒരു നെഗറ്റീവ് പറയുന്നതല്ല. അറിയാം നമുക്ക് അറിയാം, ഒരു അതൊന്നും പ്രശ്നമില്ല. നമ്മള് ഏഹ് സജഷൻസ് നമ്മൾ വളരുക. സ്വീകരിക്കുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. കറന്റ്ലി ഇപ്പൊ നമ്മളുടെ ഭാഗത്ത് നിന്ന് അത് അവൈലബിൾ അല്ല. ഇനി അങ്ങനെ ഒരു ഞാനതാ പറഞ്ഞത്, ഭാവിയിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രസന്റ്ലി അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് നോ എന്ന് അല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും റിക്വസ്റ്റുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് അറിയിച്ചിട്ടുണ്ട്, ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അത് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. കാര്യം അതായത് എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് അന്ന് സരിതയാണോന്ന് അറിയില്ല, ഫസ്റ്റ് ഇയറിന്റെ ഞാൻ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അത് PDF പ്രിന്റ് എടുത്ത് പിന്നെ അതിനെ ഒന്ന് റെഫർ ചെയ്താണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. പിന്നെ ഓക്കെ 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 ഇത് സ്റ്റോപ്പ്. പിന്നെ അടുത്തൊരു അഭിപ്രായം, എല്ലാവർക്കും അഭിപ്രായത്തിന് സമയം വേണം എങ്കിലും സോറി. നമ്മുടെ EEP ഇംഗ്ലീഷ് എന്താണ് പ്രോഗ്രാം എന്തെന്ന് മറന്നുപോയല്ലോ. എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം. ആ
അതെ. അപ്പൊ അത് നിങ്ങൾ നടത്തുന്നു, അതും നല്ലൊരു കാര്യം. നമുക്കിപ്പോ ഒരു ലാംഗ്വേജ് ഫ്ലുവന്റ് ചെയ്യാനായിട്ട്, അതിപ്പോ ഏതൊരു ലാംഗ്വേജും അതും എന്റെ അഭിപ്രായം അനുസരിച്ച് നമ്മള് വായിക്കുന്നതും എല്ലാം നമ്മുടെ നാവിൻ തുമ്പത്ത് വരണം. അപ്പൊ നിങ്ങള് സാധിക്കുമെന്ന് അറിയത്തില്ല, കമ്മ്യൂണിക്കേഷൻ ആണ് ബെറ്റർ. ഒരു ദിവസം ഒരു 10 മിനിറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇത് ഇവിടെ തന്നിരുന്നല്ല കാര്യം. മീൻസ് നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് തമ്മിലൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും മതി, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഒരു ദിവസം 5 മിനിറ്റ് ഒരാൾക്ക്, അല്ലെങ്കിൽ 10 മിനിറ്റ്. കാര്യം ഓരോ ദിവസം ഒരു വേർഡ്സ് നമ്മുടെ നാവിൻ തുമ്പത്ത് വന്ന് സംസാരിക്കേണ്ട ഒരു ഇതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ഫ്ലുവന്റ് ആവും. സംസാരിക്കാണ്ട് ഇന്ന് ഗ്രൂപ്പ് വരെ ഇപ്പൊ ഇതിൽ ചരിത്രത്തില് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിൽ ഇല്ല. അതെന്തായാലും ആ ഇനി ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ഗ്രൂപ്പ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന് നമ്മൾ ഡെയിലി ഒരു ടാസ്ക് തന്ന് വീക്കിലി അതിന്റെ ഒരു സെഷൻ നമ്മൾ വെക്കുന്നുണ്ട് അവിടെ. അതായത് സ്റ്റാർട്ടിങ്ങിലെ നമുക്ക് അവരെ കൊണ്ട് പല കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പലർക്കും. അതായത് നമ്മൾ ഇപ്പോൾ നോർമലി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെയാ, ആദ്യം സബ്ജക്റ്റും വെർബും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, സെഷൻസ് തുടങ്ങുന്നത്. അപ്പോൾ സബ്ജക്ട് എന്താ, വെർബ് എന്താ, അതുപോലെ തന്നെ സെന്റൻസ് മേക്കിംഗ്, ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമേ സെന്റൻസ് മേക്കിങ്ങിലോട്ട് എത്താൻ അവർക്ക് സാധിക്കുള്ളൂ. അപ്പൊ 1 by 1 ഡേ 1 മുതൽ നമ്മളുടെ ഓരോന്ന് പറയണത് താഴെ അല്ലെങ്കിൽ ബേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ കയറിയിട്ട് സെന്റൻസ് മേക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ചിലപ്പോൾ സംസാരിക്കാനായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അത്രയും ബേസ് ചെയ്തിട്ടാണ്, എന്താ പറയാ, അത്രയും നമ്മൾ സിസ്റ്റമാറ്റിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ അതിന്റെ ഓരോ വീക്കിലും അതിന്റെ ലൈവ് റിവിഷൻ സെഷൻ പോലെ തന്നെ ആ ഒരു ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിൽ സെന്റൻസ് മേക്കിംഗ് സെഷൻ്റെ അവിടം തൊട്ടിട്ട് അതിന്റെ ഒരു സെഷനിൽ സെന്റൻസ് മേക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ നിങ്ങളോട് തന്നെ എഴുതാനും നിങ്ങളോട് തന്നെ സംസാരിക്കാനുമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഓരോ ടാസ്ക് തരുന്നുണ്ട്. വീട്ടിൽ ആരെങ്കിലുമായിട്ടോ വ്യക്തികളുമായിട്ടോ നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓരോ ഇൻസിഡന്റുകൾ തന്നിട്ട്.